എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ശീലമാണോ നിങ്ങൾക്കുള്ളത്? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകൾ ജീവിതത്തിൽ എത്ര പരിശ്രമിച്ചാലും അവർക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകില്ല. ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന അക്ഷരങ്ങൾ മാത്രമേ മോണിറ്ററിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ഉള്ളിൽ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ നാം ജീവിതത്തിൽ എപ്പോഴും ദുഃഖവും ദുരിതവും തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകളെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് രണ്ട് തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് എപ്പോഴും കാണുവാൻ സാധിക്കുന്നത്. എപ്പോഴും ഹാപ്പിയായി ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു വിഭാഗം ആളുകളും മറ്റൊരു വിഭാഗം എപ്പോഴും ദുഃഖവും നിരാശയുമായി ദുരിതക്കടലിൽ കഴിയുന്നവരും. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല കേട്ടോ, 2-3 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പാറ്റേൺ ആണ്. അതായത് മുന്നേ സംഭവിച്ച കാര്യങ്ങളുടെ ആവർത്തനം. ഒരു വ്യക്തി ബേസിക്കലി ഹാപ്പി ആണെങ്കിൽ, അതായത് അവരുടെ മൈൻഡ് യഥാർത്ഥത്തിൽ ഹാപ്പി ആണെങ്കിൽ, അല്ലെങ്കിൽ അവർ വളരെ ചെറുപ്പത്തിൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ സന്തോഷകരമായ കാര്യങ്ങളാണെങ്കിൽ, അവരുടെ ലൈഫിൽ പിന്നെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ സന്തോഷത്തിൻ്റെ ആവർത്തനമായിരിക്കും. മറിച്ച് ഒരു വ്യക്തി അടിസ്ഥാനപരമായി ദുഃഖിതനും നിരാശനുമാണെങ്കിൽ, ദുഃഖങ്ങളുടെയും നിരാശയുടെയും ആവർത്തനമായിരിക്കും അവരുടെ ലൈഫിൽ നടക്കുന്നത്. അതായത് ഒരു വ്യക്തി അയാളുടെ വളരെ ചെറിയ പ്രായത്തിൽ കാണുന്നതും കേൾക്കുന്നതുമായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അയാളുടെ മനസ്സിൽ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും ചിന്താഗതികൾ രൂപപ്പെടുന്നത്. മനസ്സിൽ വേരുറച്ചുപോയ ഇത്തരം സംഭവങ്ങളുടെ ആവർത്തനം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ നാം നമ്മുടെ ചിന്താഗതികൾ മനഃപൂർവ്വമായി മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ജീവിതം വീണ്ടും ദുരിതപൂർണമായി തീരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് കൂടുതൽ ദുരിതപൂർണമാകുന്നതെന്ന്? ബേസിക്കലി ഒരാളിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് എന്ന സ്വഭാവം രൂപപ്പെടുന്നത് മനഃപൂർവ്വമായിട്ടല്ല. അതൊരു വ്യക്തി വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ആശ്രയിച്ചിരിക്കും. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എൻ്റെ മനസ്സിലെ അടിസ്ഥാന വികാരം എന്ന് പറയുന്നത് ഭയമായിരുന്നു. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും എന്നുള്ള പേടിയാണ് ഓരോ ദിവസവും എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഏറി വരികയും ചെയ്തു. ഇങ്ങനെ പോയാൽ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന സാഹചര്യം ജീവിതത്തിൽ വന്നപ്പോൾ എങ്ങനെയും രക്ഷപ്പെടണമെന്നും ജീവിത സാഹചര്യം ഉയർത്തണമെന്നുമുള്ള തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി. കുറേയധികം ചോദ്യങ്ങൾ മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനെല്ലാം ഉത്തരം കണ്ടെത്താനായി പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങി. ജീവിത വിജയം കൈവരിച്ച ആളുകളുടെ സ്പീച്ചുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ലൈഫിൽ നടക്കുന്നതെല്ലാം മുൻപ് നടന്നതിൻ്റെ ആവർത്തനമാണെന്ന്. മനസ്സിൽ വേരുറച്ചു പോയ നെഗറ്റീവ് തോട്ട്സ് അത്ര എളുപ്പമൊന്നും മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധിക്കില്ല. അതിന് നാം വളരെയധികം കഷ്ടപ്പെടണം. ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മളിപ്പോൾ വളരെയധികം മാറിയെന്ന്. ഇപ്പോൾ പഴയ പോലെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും നമ്മുടെ ഉള്ളിലില്ല എന്ന്. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ ദുഃഖം വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ അന്തർലീനമായി കിടക്കുന്ന നെഗറ്റീവ് തോട്ട്സ് മറ നീക്കി പുറത്തേക്ക് വരുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകേണ്ട ആ സാഹചര്യത്തെ നാം തന്നെ ചിന്തിച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിച്ചുവിടും. നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുവാൻ മനഃപൂർവ്വമായി ശ്രമിച്ചാലും അത് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആവണമെന്നില്ല. മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന നെഗറ്റിവിറ്റിയെ പോസിറ്റീവാക്കി മാറ്റുവാനുള്ള മാർഗമാണ് സ്വിച്ച് വേർഡുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. അതായത് വാക്കുകൾക്ക് നിങ്ങളുടെ ഊർജം മാറ്റുവാനുള്ള ശക്തിയുണ്ട്. അതായത് ചിന്തകൾ ബോധമനസ്സിൻ്റെ സൃഷ്ടിയാണ്. ബോധമനസ്സ് രൂപപ്പെടുത്തിയെടുക്കുന്ന ചിന്തകൾ അതുപോലെ വിശ്വസിക്കുകയും അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതാണ് ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സിന് ചിന്തിക്കുവാനുള്ള കഴിവില്ല. നമ്മൾ എന്തു പറയുന്നുവോ അത് വിശ്വസിക്കുകയും അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുകയാണ് ഉപബോധ മനസ്സ് ചെയ്യുന്നത്. അപ്പോൾ നാം നിരന്തരമായി പറയുന്ന സ്വിച്ച് വേർഡുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. ഉപബോധ മനസ്സിന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് ശക്തികളുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നാം ഉദ്ദേശിക്കുന്ന ജീവിതം നമ്മുടെ കൈപ്പിടിയിലിരിക്കും. എൻ്റെ ജീവിത വിജയത്തിന് എനിക്ക് സഹായകമായ സ്വിച്ച് വേർഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന വാക്കാണ് ഡിവൈൻ മാജിക് നൗ എന്നത്. എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായ ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഫുൾ കോൺഫിഡൻസോടുകൂടി എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും, ഈ സ്വിച്ച് വേർഡ് സ്ഥിരമായി പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് 100% പ്രയോജനം നൽകുമെന്ന്.
യൂണിവേഴ്സൽ എനർജിയുടെ മാജിക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കട്ടെ. നിരാശകളെ പുറന്തള്ളി ജീവിത വിജയം കൈവരിക്കുവാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ജീവിതത്തിൽ ലഭിച്ച കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ലഭിക്കുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപബോധ മനസ്സിൻ്റെ ശക്തി വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.